ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ ദൈവമേ, ഈ പെണ്ണിവിടെ നശിപ്പിക്കും. മോളെ, നീ എന്തു പണിയായി കാണിച്ചേ? നീ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നേ? ഞാനെന്താ ജയിലിൽ കിടക്കാണോ? ഏത് നേരം ആ മുറി തന്നെ. എന്താ മോളെ നീ പറയുന്നേ? എനിക്ക് മടുത്തു മുത്തശ്ശി. എത്ര കാലം ഞാനിങ്ങനെ അഭിനയിച്ച് നടക്കുന്നേ? അച്ഛനെയും അമ്മയും വിശ്വസിപ്പിക്കാൻ വേണ്ടിയല്ലേ ഞാനിതൊക്കെ ചെയ്തേ? അത് കഴിഞ്ഞില്ലേ? ജീവിതത്തിൽ എന്തൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ഇതിപ്പോ ഒരു ചെറിയ മുറിയില് രാവും പകലും. എടി, കാര്യങ്ങളൊക്കെ നിനക്ക് അറിയാവുന്നതല്ലേ, എന്നിട്ട് നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാലോ? നമ്മൾ എന്തിനു വേണ്ടിയാ മുത്തശ്ശി ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നേ? വരുണിനെ എന്നിൽ നിന്നും തട്ടിയെടുത്ത് രാധയോട് പ്രതികാരം ചെയ്യാനല്ലേ? എന്നിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അവളും വരുണും സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. അച്ഛനും അമ്മയും പറയുന്നത് ഞാൻ കേട്ടു. രാധികയും വരുണും ജീവിക്കുന്നത് സ്വർഗമായിട്ടാന്ന്. അങ്ങനെയാ വരുൺ അവളെ കൊണ്ടു നടക്കുന്നതെന്ന്. ഞാൻ ഇതൊക്കെ കേട്ടിട്ടും കേട്ടില്ലെന്നടിക്കണോ? എനിക്ക് ഈ ജീവിതം മടുത്തു തുടങ്ങി മുത്തശ്ശി. ഞാൻ പുറത്തിറങ്ങി നടക്കാൻ പോവാ. മോളെ, എനിക്ക് കണിമംഗലത്ത് പോണം. വരുണിന്റെയും രാധികയുടെയും ജീവിതം തകർത്തില്ലാതാക്കണം. കണിമംഗലത്തേക്കും വരുണിന്റെ ജീവിതത്തിലേക്കും എനിക്ക് തിരിച്ചു കയറാൻ പറ്റിയില്ലെങ്കിൽ ചാകാതെ വന്ന ഈ ജീവിതം എനിക്ക് വേണ്ട. എടി, നീ മുത്തശ്ശി പറയുന്ന ഒന്ന് കേക്ക്. മോള് പറയുന്ന ഈ കാര്യങ്ങളൊക്കെ തന്നെയാ മുത്തശ്ശി ആഗ്രഹിക്കുന്നത്. പക്ഷേ അതൊന്നും ഒറ്റയടിക്ക് നടപ്പാകുന്ന കാര്യങ്ങളല്ല. സമയം വേണം. എന്ത് സമയം? കൊറേ കാലം കണിമംഗലത്ത് എല്ലാവരുടെയും വെറുക്കപ്പെട്ടവളായി നിന്നു. കൊറേ കാലം ഏതോ നാടോടികളുടെ കൂടെ. ഇപ്പൊ ദേ ഇവിടെ. എന്റെ ജീവിതം മാത്രം എന്താ ഇങ്ങനെയായത്? എന്നെ ദ്രോഹിച്ചവരും ശിക്ഷിച്ചവരും ഒക്കെ സന്തോഷിക്കുക. എടി, നീ ഇത്രയും നാളെ മുത്തശ്ശി വിശ്വസിച്ചല്ലേ നിന്നിരുന്നത്? കുറച്ചു ദിവസം കൂടി മുത്തശ്ശി പറയുന്ന ഒന്ന് കേക്ക്. അതിനുള്ളില് നിന്നെ ഞാൻ കണിമംഗലത്ത് എത്തിച്ചിരിക്കും. ഇത് മുത്തശ്ശിയുടെ വാക്കാ. കുറച്ചു കാലം കൂടി ഞാൻ കാക്കും. അതിനുള്ളിൽ ഒന്നും നടന്നില്ലെങ്കിൽ എനിക്ക് എന്റെ ജീവിതം വെറുതെ കളയാൻ പറ്റില്ല. സിനിമയെങ്കിൽ സിനിമ, മറ്റെന്തെങ്കിലും ആണെങ്കിൽ അത്. ഞാൻ പുറത്തിറങ്ങി ആഘോഷമായിട്ട് നടക്കും. അങ്ങനെ നീ നിന്റെ മനസ്സിന്റെ ആഗ്രഹങ്ങളൊക്കെ മാറ്റിവെച്ചിട്ടേ വേറെ ഒന്നിന്റെ പിന്നാലെ നടക്കേണ്ടി വരില്ല. രാധികയുടെ ജീവിതം നീ തന്നെ തകർക്കണം. വരുണിന്റെ കൂടെ നീ തന്നെ ജീവിക്കണം. അതൊന്നും നടത്തിത്തരാൻ മുത്തശ്ശിക്ക് പറ്റിയില്ലെങ്കിൽ പിന്നെ മുത്തശ്ശി എന്തിനാണ് ഈ ജീവനോട് ഇരിക്കുന്നേ? ദൈവം എല്ലാ സമയത്തും രാധികയ്ക്ക് കാവലിരിക്കാനൊന്നും പോകുന്നില്ല. ദൈവം അവളിൽ നിന്നും കണ്ണെടുക്കുന്ന ഒരു നിമിഷം മതിയടി അവളെ നമുക്ക് തീർക്കാൻ. മോള് വാ, അകത്ത് ചെന്നിരിക്കാം. വാ മോളെ, വാ.